വീട്ടിൽ പണിയെടുക്കുന്നവർക്ക് കുഴി കഞ്ഞി കൊടുത്തിട്ടുണ്ടെന്ന് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാറിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു. ജാതി വിവേചനം നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്ന ക്രൂരതയെ നിസ്സാരവൽക്കരിച്ചു എന്നതിന്റെ പേരിൽ ദിശ എന്ന മനുഷ്യാവകാശ സംഘടന കൃഷ്ണകുമാറിനെതിരെ പോലീസ് കേസും കൊടുത്തിരുന്നു. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും മറ്റൊരു വീഡിയോ ആണ് ചർച്ചയാവുന്നത്. ലണ്ടൻ യാത്രക്കിടെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയാണ് വിവാദ പരാമർശം നടത്തിയത്. പാർക്കിലെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടെ ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പ്രശ്നമാകുമോ എന്നായിരുന്നു ദിയയുടെ ചോദ്യം. ഇനി ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമാകുമോ? വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് കൊണ്ടുവരാമായിരുന്നു. ചിലർക്കൊക്കെ ഇത് ചിലപ്പോൾ ഫീലാകും എന്നാണ് ദിയ പറഞ്ഞത്. ബാക്കിയുള്ളവർ ഇത് കേട്ട് ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. ലണ്ടനിലാണ് കൃഷ്ണകുമാറും കുടുംബവും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത്. അതിനിടെ പകർത്തിയ വീഡിയോ ആണ് വിവാദമായത്. രൂക്ഷ വിമർശനമാണ് കൃഷ്ണകുമാറിന്റെ മക്കൾക്കും നേരെ ഉയരുന്നത്. വീഡിയോയ്ക്ക് താഴെ കൃഷ്ണകുമാറിന്റെ മകൾ തന്നെ വർഗീയതയും ജാതീയതയും അതുപോലെ മകൾക്കും കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ. മനുഷ്യർക്ക് പറമ്പിൽ കുഴികുത്തി കഞ്ഞി വിളമ്പിയ ഹുങ്ക് പറഞ്ഞതിനെതിരെ ഉയർന്ന എതിർപ്പ് അവരെ ബാധിച്ചതെങ്ങനെയെന്ന് നോക്കൂ. ഇയാളുടെ കുടുംബം പണ്ട് ചൂഷണം ചെയ്ത അടിയാള ജനതയെ മനുഷ്യപദവിയിൽ കാണാൻ ഇന്നും അവർക്കായിട്ടില്ല. തെരുവിൽ കൊത്തിപ്പെറുക്കുന്ന പക്ഷികൾക്ക് തുല്യരായാണ് കുഴിയിൽ കഞ്ഞി കുടിച്ച മനുഷ്യർ. എല്ലാ സാമൂഹിക പ്രിവിലേജുകളുടെയും അഹന്തയിൽ പിന്നെയും അവരെ പരിഹസിച്ചു ചിരിക്കുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ്. കൂടാതെ ദിയയുടെ സോഷ്യൽ മീഡിയ പേജ് അൺഫോളോ ചെയ്യണമെന്ന ആഹ്വാനവും ഉയർന്നു വന്നിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ ദിയ പങ്കുവച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ആരുടെയും പേരെടുത്ത് പറയാതെ വിഷയത്തെക്കുറിച്ച് നേരിട്ട് പരാമർശമൊന്നും നടത്താതെ ദിയ പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ദിയ പങ്കുവച്ച വാക്കുകളാണ് ചർച്ചയാകുന്നത്. അടുത്തിടെയായി എന്റെ അക്കൌണ്ടിന് ലഭിക്കുന്ന ശ്രദ്ധയും റീച്ചും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എന്റെ വ്ലോഗുകൾ കാണുന്നതിന് നിങ്ങൾ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ചും കേരളീയർക്കും മല്ലൂസിനും. നിങ്ങളില്ലാതെ ഞാൻ ഇത്ര സന്തുഷ്ടയാകില്ല. കൂടുതൽ അറ്റൻഷനും സന്തോഷത്തിനും ചിയേഴ്സ്. ഇതായിരുന്നു ദിയയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. മറ്റൊന്നിൽ ദിയ പറയുന്നത് ഇങ്ങനെ: സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ്. സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെപ്പറ്റി എന്തും പറയാം എന്ന് കരുതരുത്. മരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പോലും. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്നോ കരുതി ശ്വാസമെടുക്കുന്നതിന് പോലും അവരെ പഴിക്കാൻ പാടില്ല. നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിൽ പറഞ്ഞു. നേരത്തെ തന്റെ കുടുംബത്തിനെതിരെ സംസാരിച്ച റിയാസിന് ദിയ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരുന്നു. എന്റെ വീടിന് നേരെ കുരച്ച പട്ടിയുടെ വാല് മുറിഞ്ഞു എന്നാണ് റിയാസ് സലിമിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ജനശ്രദ്ധ ലഭിക്കുന്നവർക്കെതിരെ സംസാരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ദിയ കൃഷ്ണ ആരോപിച്ചു. താരപുത്രിയുടെ ഇപ്പോഴത്തെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. ദിയ പറയുന്നത് ഇങ്ങനെ: ഞാനും അച്ഛനും പറഞ്ഞത് വളച്ചൊടിച്ചതാണ്. നമ്മൾ ലോവർ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അന്നത്തെ കാലത്ത് എല്ലാവർക്കുമുള്ള പ്ലേറ്റും ഗ്ലാസും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് കുഴിയിൽ ഇലവച്ചു കൊടുത്തത്. ഇതിൽ ജാതിയെപ്പറ്റിയോ മതത്തെപ്പറ്റിയോ പറഞ്ഞിട്ടില്ല. എന്റെ പല സുഹൃത്തുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്. ആർക്കെങ്കിലും എന്റെ വാക്കുകൾ വളച്ചൊടിച്ചെടുത്ത കഥ കാരണം വിഷമം തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു.